ഹായ് ഫ്രണ്ട്സ്, ഷൈനില്ല. ബേസിക്കലി ഞാനൊരു IT പ്രൊഫഷണലാണ്. മാരേജ് കഴിഞ്ഞൊരു 5 ഇയർ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ ഒരു ജോലി ചെയ്യണം എന്ന് തോന്നിയത്. അപ്പം ഏറ്റവും പെട്ടെന്ന് നമുക്ക് ജോലി നല്ല സാലറി കിട്ടാൻ പറ്റുന്നൊരു ഷോർട്ടായിട്ടൊരു കോഴ്സ് എന്ന നിലയിലാണ് ഞാൻ മെഡിക്കൽ കോഡിങ് പ്രിഫർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ നാട്ടിൽ തന്നെ തൊടുപുഴയിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ടൊരു ചെറിയ പേഴ്സണൽ കാര്യം കാരണം ചെറിയൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം എക്സാം പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് തോന്നി ഒരു ഫ്രണ്ട് വഴിയാണ് ഇൻട്രസ്റ്റിനെ പറ്റി അറിഞ്ഞത്. അപ്പം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഓൺലൈനായിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് എന്നോട് പറഞ്ഞത് നമുക്ക് ഒരു ടെസ്റ്റ് ഇട്ട് നോക്കാം. കാരണം സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല എനിക്ക്, അതുകൊണ്ട് എത്രത്തോളം അനാട്ടമി അറിയാം എന്നതിനെ പറ്റി നോക്കിയപ്പം അനാട്ടമിയിൽ നോളജ് കുറവാണ്. അങ്ങനെ അനാട്ടമി ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അനാട്ടമി ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് പ്രൊസീജിയേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അനാട്ടമിയുടെ ബേസിക്സ് എന്തായാലും പഠിച്ചിരിക്കണമെന്ന്. അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു എനിക്ക്. മുൻപോട്ട് എൻ്റെ ഫ്യൂച്ചറിലേക്ക് എൻ്റെ പ്രൊഫഷന് ഏറ്റവും ബെനിഫിറ്റും ഹെൽപ്ഫുള്ളും ആയിരിക്കും അതെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ അനാട്ടമി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സാം പ്രിപ്പറേഷൻ ബാച്ച് ജോയിൻ ചെയ്തു. ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ മലയാളികൾക്കുള്ളൊരു പ്രോബ്ലമാണ്. ആരെങ്കിലും ബാക്കിൽ നിന്ന് പുഷ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ടൊന്ന് പോകുള്ളൂ. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ഇത്ര ഗ്യാപ്പ് വന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇൻഡസ്ട്രിയൽ ഫാക്കൽറ്റീസ് അനാട്ടമി പഠിപ്പിച്ച മാം ആണെങ്കിലും എക്സാം പ്രിപ്പറേഷനിൽ മാം ആണെങ്കിലും വളരെയധികം ഹെൽപ്പ് ചെയ്തു. എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണം, മോക്ക് ടെസ്റ്റുകളൊക്കെ എത്ര എണ്ണം, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എനിക്ക് അയച്ചു തന്നു. അത് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എവിടെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കറക്റ്റ് ടൈമിൽ എക്സാം എഴുതി തീരുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ടിപ്സ് ഒക്കെ തന്നിട്ട് എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. മോക്ക് ടെസ്റ്റ് ആദ്യമൊക്കെ എഴുതുമ്പോൾ മോക്ക് ടെസ്റ്റിന്റെ മാർക്ക് തീരെ കുറവായിരുന്നു. അപ്പം മാം പറഞ്ഞു പഴയ ഓൾഡ് മോക്ക് ടെസ്റ്റുകളെല്ലാം എഴുതി ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് എഴുതി നോക്കാൻ. അങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതി അത്യാവശ്യം മാർക്ക് ആയി കഴിഞ്ഞപ്പം CPCക്ക് അപ്ലൈ ചെയ്തൊരു 1 month ഗ്യാപ്പിട്ടാണ് അപ്ലൈ ചെയ്തത്. കാരണം ഞാനൊരു കോൺഫിഡന്റ് അല്ലായിരുന്നു CPC അറ്റൻഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് CPC കിട്ടി. വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇൻഡസിന്റെ ഒരു ഹെൽപ്പ് ഇല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. CPC ആണെങ്കിലും എനിക്ക് അത്രയും മാർക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കിയപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു, കിട്ടും എന്നൊരു ഭയങ്കര ടഫായിരുന്നു എക്സാം ആണെങ്കിലും. അപ്പൊ അതെനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എന്തായാലും ഫ്യൂച്ചറിലാണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ ഇൻഡസ് സജസ്റ്റ് ചെയ്യുന്നത് വളരെ ഷുവറാണ്.